ചില സമരത്തിന് വോട്ട് കിട്ടും, ചില സമരം ചെയ്താൽ വോട്ട് പോവും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കന്മാരോടും CPM അനുഭാവികളോടുമാണ്, ഈ പാർട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകരുത്. സ്വാഭാവികം നമ്മുടെ നാട്ടിൽ വേണം. അപ്പോൾ അതിനുവേണ്ടി 2-3 ടിപ്സ് തരാം. അപ്പോൾ ഒരു പരമ്പരയായിട്ട് തന്നെ ചെയ്യണമെന്നാണ്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷം തോറ്റ് എന്നതിനെക്കുറിച്ച് ഒരു പരമ്പര തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ 2-3 ടിപ്സ് തരാം. സമരം ചെയ്താൽ വോട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ചില സമരത്തിന് വോട്ട് കിട്ടും, ചില സമരം ചെയ്താൽ വോട്ട് പോവും. അപ്പോൾ ഏതൊക്കെയാണ് വോട്ട് കിട്ടുന്ന സമരമെന്നും ഏതൊക്കെയാണ് വോട്ട് കിട്ടാത്ത സമരമെന്നും രണ്ടും പറയാം. ഒരു നാട്ടിൽ 5 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് ഒരു ഹർത്താൽ പോലും നടത്താത്തൊരു പാർട്ടിയാണ്, ഒരു സംവിധാനമാണ് UDF. എന്നിട്ടും അവർക്ക് ജനങ്ങൾ 102 വോട്ടിൻ്റെ മാൻഡേറ്റാണ് കൊടുത്തത്. എന്നാൽ ഇനി നിങ്ങൾ സമരത്തേക്ക് ഇറങ്ങി ഇനി മുതൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ചില പ്രക്ഷോഭത്തിന് വോട്ട് പോവും. അത്തരത്തിലുള്ള സമര രീതിയാണ് ഈ കാണുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഈ സമരരീതി നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള വോട്ട് പോകാനേ അത് ഉപകരിക്കുള്ളൂ. ഈ സമരത്തിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇന്ന് 35 സീറ്റിൽ ഒതുങ്ങിക്കിടക്കുന്നത്. എന്നാൽ ചില സമരങ്ങൾ ചെയ്യണം. ഇപ്പോൾ അതിൽ നിന്ന് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ഇന്നലെ ഒരു സമര പരമ്പര നടന്നു. എന്തിനാണ് സമരം ചെയ്യുന്നത്? ഇവർ തന്നെ രമേശ് പിഷാരടിയുടെ വിജയാഹ്ലാദത്തിന് നേരെ കുപ്പിച്ചില്ലും കുപ്പിമെറിഞ്ഞ് പോലീസുകാരുടെ മേത്ത് ചോര ഇറങ്ങി. എന്നിട്ട് പോലീസുകാർ അറഞ്ചും പുറഞ്ഞും വിളയാടി നന്നായി പണി CPMന് കൊടുത്തു എന്ന് മാത്രമല്ല പാർട്ടി ഓഫീസിൽ എന്നുകാരെ അടി കിട്ടി. അങ്ങനെ പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസിൻ്റെ നരനായാട്ട് എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു കോപ്രായം അവിടെ പാലക്കാടിൽ കണ്ടു. ഈ കോപ്രായം കാണിച്ചാലൊന്നും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ തന്നെ വരുത്തി വെച്ച കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ സമരം ചെയ്യാം. ഇതേ സമരരീതി മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ മുഖ്യമന്ത്രി തലമണ്ട അടിച്ചു പൊളിച്ച പരിപാടി. അതേപോലെ പെടലി മന്ത്രിയുണ്ട് വീണ ജോർജിനെ KSUകാരും യൂത്ത് കോൺഗ്രസ്സുകാരും തല്ലിയെന്ന് പറഞ്ഞ് നാട്ടിൽ മൊത്തം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ കിട്ടിയ തിരിച്ചടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക. ചില സമരങ്ങൾ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ വോട്ട് പോവും, ചില സമരങ്ങൾ നടത്തി കഴിഞ്ഞാൽ വോട്ട് കിട്ടും. അപ്പോൾ ഏതാണ് എന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് സമരം ചെയ്യുക. ഓക്കെ, ബൈ.